കുട്ടികളോട് ഭക്ഷണം കഴിക്കൂ, പഠിക്കൂ, പുറത്ത് ഓടി നടക്കരുത് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് കുട്ടികളോട് ദിവസവും ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് സെന്റൻസസ് പഠിക്കാം. ഹായ് എവരി വൺ, വെൽക്കം ടു ലേൺ ഇംഗ്ലീഷ് വിത്ത് ലിജിത. അപ്പൊ ഇന്ന് നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്ന ഇംഗ്ലീഷ് ആണ് പഠിക്കാൻ പോകുന്നത് അല്ലേ? അപ്പൊ ഞാൻ ഓരോ സെന്റൻസും പറയുമ്പോൾ എന്നോടൊപ്പം റിപ്പീറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് രാവിലെ തന്നെ എഴുന്നേൽക്കൂ എന്നുള്ളത് എഴുന്നേൽക്കൂ എന്ന് എങ്ങനെയാ പറയാ? ഓർമ്മയുണ്ടോ കഴിഞ്ഞ ദിവസം പഠിച്ചത്? വേക്കപ്പ് അല്ലെ, വേക്കപ്പ് എന്ന് പറയും അല്ലെ. അപ്പൊ കുട്ടികളോട് രാവിലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വേക്കപ്പ്, എഴുന്നേൽക്കൂ എന്ന് പറയാം അല്ലെ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പഠിച്ചതായിരുന്നു പല്ല് തേക്കൂ എന്നുള്ളത്. പല്ല് തേക്കൂ എന്നുള്ളതിന് നമ്മൾ എന്താ പഠിച്ചത്? ബ്രഷ് യുവർ ടീത്ത് എന്നാണ് പഠിച്ചത് അല്ലെ. അപ്പൊ എന്താണ് പല്ല് തേക്കൂ എന്നുള്ളതിന്? ബ്രഷ് യുവർ ടീത്ത് അല്ലെ. അതുപോലെ തന്നെ മുഖം കഴുകുക എന്ന് പറഞ്ഞു. എങ്ങനെയാണ് മുഖം കഴുകുക എന്നുള്ളത്? വാഷ് യുവർ ഫേസ് അല്ലെ. മുഖം കഴുകുക, വാഷ് യുവർ ഫേസ് എന്നുള്ളതാണ് അല്ലെ. പിന്നെന്താണ്? കുളിക്കൂ എന്ന് പറഞ്ഞു. കുളിക്കൂ എന്ന് പറഞ്ഞതിന് എന്താ പറഞ്ഞത്? ടേക്ക് എ ബാത്ത് അല്ലെ. കുളിക്കൂ എന്നുള്ളത് ഇതൊക്കെ ഓർമ്മയുണ്ടോ? നിങ്ങൾ നോക്കിയിരുന്നോ? എന്താണ് ടേക്ക് എ ബാത്ത് അല്ലെ. ടേക്ക് എ ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കുളിക്കൂ എന്നുള്ളതാണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ്? വസ്ത്രം ധരിക്കൂ. എന്താണ്? ഗെറ്റ് ഡ്രസ്ഡ് അല്ലെ. വസ്ത്രം ധരിക്കൂ എന്നുള്ളത് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ഡെയിലി ഉപയോഗിച്ച് നോക്കണം, എങ്കിലേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. ഇനി ഇന്ന് നമുക്ക് എന്താണ് ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടി നോക്കാം അല്ലെ. എന്തൊക്കെയാണ് കുട്ടികളോട് പറയേണ്ടത് എന്നുള്ളത് നോക്കാം. മുടി ചീകൂ എങ്ങനെയാണ് നമ്മൾ കുട്ടികളോട് ഇംഗ്ലീഷിൽ പറയാതെ? കോംബ് യുവർ ഹെയർ അല്ലെ. മുടി ചീകൂ എന്നുള്ളതിന് എന്താ പറയാ? കോംബ് യുവർ ഹെയർ എന്നുള്ളതാണ് അല്ലെ. ഹെയർ, കോംബ് യുവർ ഹെയർ, മുടി ചീകൂ. അപ്പൊ എന്താണ് കോംബ് യുവർ ഹെയർ എന്ന് പറഞ്ഞാല്? മുടി ചീകൂ എന്നുള്ളതാണ് അല്ലെ. ഇനി പ്രഭാത ഭക്ഷണം കഴിക്കൂ എന്ന് പറയും അല്ലെ. എന്താണ് അങ്ങനെ? അതിനെന്താ പറയാ? ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ. രാവിലെ തന്നെ എന്താണ് ദോശയോ ഇഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് കുട്ടികളോട് വന്ന് ഇത് കഴിക്കാനായിട്ട് പറയും അല്ലെ. അപ്പൊ എന്താണ്? അത് കഴിക്കട്ടോ. എങ്ങനെ പറയാ? ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ. എന്താണ്? ഈ ഭക്ഷണം കഴിക്കൂ, പ്രഭാത ഭക്ഷണം കഴിക്കൂ. എന്താ പറഞ്ഞത്? ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ അല്ലെ. ഇനി എന്താണ്? കുറച്ച് ചിലപ്പോൾ രാവിലെ തന്നെ പാലൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടായിരിക്കുക അല്ലെ. അപ്പൊ എന്ത് പറയും? ഡ്രിങ്ക് യുവർ മിൽക്ക് അല്ലെ. നിന്റെ പാല് കുടിക്കൂ അല്ലെ. എന്താ പറയാ? ഡ്രിങ്ക് യുവർ മിൽക്ക് അല്ലെ. നിന്റെ പാല് കുടിക്കൂ. അല്ലെങ്കിൽ ചായ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഡ്രിങ്ക് യുവർ ടീ അല്ലെ. എന്താണ്? ചായ കുടിക്കൂ. ഇനി കോഫി ആണെങ്കിൽ എന്താണ്? ഡ്രിങ്ക് യുവർ കോഫി അല്ലെ. ഇനി ചിലരെന്താണ് ഇതൊന്നും കുടിക്കില്ല, എന്താണ്? വെള്ളം കുടിക്കാൻ പറയില്ലേ. അപ്പൊ എന്താണ്? ഡ്രിങ്ക് സം വാട്ടർ അല്ലെ. കുറച്ച് വെള്ളം കുടിക്കൂ എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ. ഇനി അതുപോലെ തന്നെ ഭക്ഷണം മുഴുവൻ കഴിക്കൂ എങ്ങനെ പറയാ? ഫിനിഷ് യുവർ ഫുഡ് അല്ലെ. ഭക്ഷണം മുഴുവൻ കഴിക്കൂ എന്നുള്ളതിന് എന്താ പറയാ? ഫിനിഷ് യുവർ ഫുഡ് അല്ലെ. ഫുഡ് അല്ല, ഫുഡ് എന്ന് പറയണം അല്ലെ. ഫിനിഷ് യുവർ ഫുഡ്, മുഴുവൻ ഭക്ഷണവും കഴിക്കണം കേട്ടോ, മുഴുവൻ കഴിച്ചു തീർക്കണം കേട്ടോ, അങ്ങനെ പറയൂ അല്ലെ. ഇനി സ്കൂളിൽ പോകാൻ തയ്യാറാവുക എന്ന് പറയും അല്ലെ. സ്കൂളിൽ പോകാൻ റെഡി ആവൂ എന്ന് പറയും. അപ്പൊ അതിനെന്താ പറയാ? ഗെറ്റ് റെഡി ഫോർ സ്കൂൾ അല്ലെ. സ്കൂളിലേക്ക് പോകാൻ റെഡി ആകൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരുങ്ങൂ എന്നൊക്കെ പറയില്ലേ നമ്മള്. രാവിലെ ഒട്ടും സമയം ഉണ്ടാവില്ലല്ലേ. അപ്പൊ കുട്ടികളോട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. എന്താണ്? ഗെറ്റ് റെഡി ഫോർ സ്കൂൾ അല്ലെ. സ്കൂളിലേക്ക് പോകാൻ റെഡി ആകൂ എന്ന് പറയും അല്ലെ. ഇനി അടുത്തതായിട്ട് പാക്ക് യുവർ സ്കൂൾ ബാഗ്. എന്താണ് പാക്ക് യുവർ സ്കൂൾ ബാഗ് എന്ന് പറഞ്ഞാല്? സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ റെഡിയാക്കി വെക്കൂ അല്ലെ. പുസ്തകങ്ങൾ എല്ലാതും എടുത്തു വെച്ച് റെഡിയാക്കി വെക്കൂ എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ്? പാക്ക് യുവർ സ്കൂൾ ബാഗ് അല്ലെ. സ്കൂൾ ബാഗ് ഒരുക്കി വെക്കൂ. ചില കുട്ടികൾ എന്താണ് സ്കൂളിലേക്ക് പോകുമ്പോൾ പല കാര്യങ്ങളും മറന്നു പോകും അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത് പാക്ക് യുവർ സ്കൂൾ ബാഗ്. സ്കൂൾ ബാഗ് ഒക്കെ ഒരുക്കി വെക്കൂ, എല്ലാതും അതിൽ എടുത്തു വെക്കൂ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ആ ഷൂ ഒക്കെ പോയി ഇടുക അല്ലെ. ഷൂ ഇടുക എന്ന് പറയില്ലേ. അപ്പൊ എന്താണ്? വെയർ യുവർ ഷൂസ് അല്ലെ. പുതിയ ഡ്രസ്സ് ഇടുകയാണെങ്കിൽ എന്താണ് പറയാ? വെയർ യുവർ ഡ്രസ്, അല്ലെങ്കിൽ വെയർ യുവർ യൂണിഫോം എന്ന് പറയും. അതേപോലെ തന്നെയാണ് എന്താണ്? വെയർ യുവർ ഷൂസ് അല്ലെ. ഷൂ ഇടൂ എന്ന് പറയും അല്ലെ. ഷൂ ഇടാൻ പറയില്ലേ? വെയർ യുവർ ഷൂ. ഷൂ ഒക്കെ ഒന്ന് ഇട്ടേ എന്ന് പറയും അല്ലെ. അപ്പൊ എന്താണ് ഷൂ ഇടാനായിട്ട് പറയാ? വെയർ യുവർ ഷൂസ്. ഓക്കെ. ഇനി ഓടരുത്, ഓടരുത് എങ്ങനെ ഓടരുത് എന്ന് പറയാ? ഡോൺ റൺ അല്ലെ. എന്താണ്? ഡോൺ റൺ, ഓടരുത് ട്ടോ, ഓടിപ്പോവല്ലേ, എവിടെങ്ങാനും വീണു പോയാലോ അല്ലെ. അപ്പൊ എന്താണ്? ഡോൺ റൺ, ഓടരുത്. അപ്പൊ എന്താണ് ഓടരുത് എന്നുള്ളതിന് പറയാ? ഡോൺ റൺ. ഇനി അവിടെ ഇരിക്കൂ അല്ലെ. ഇരിക്കൂ എന്നുള്ളതിന് എന്താ പറയാ? സിറ്റ് ഡൗൺ അല്ലെ. ഇവിടെ ഇരിക്കൂ, സിറ്റ് ഡൗൺ ഹിയർ അല്ലെ. അല്ലെങ്കിൽ അവിടെ ഇരിക്കൂ, സിറ്റ് ഡൗൺ ദർ അല്ലെ. അവിടെ ഇരിക്കൂ, അങ്ങനെയൊക്കെ പറയാം അല്ലെ. സിറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഇരിക്കൂ എന്നുള്ളത് അല്ലെ. അപ്പൊ ഇനി നമ്മൾ ഇരിക്കൂ എന്ന് പറയുന്നതിന് പകരം എന്താണ്? സിറ്റ് ഡൗൺ അല്ലെ. സിറ്റ് ഡൗൺ മൈ ചൈൽഡ്, ഇവിടെ ഇരിക്കൂ അല്ലെ. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇനി അവിടെ നിന്ന് എണീറ്റ് എങ്ങനെ പറയാം നമ്മള്? അവിടെ നിന്ന് എണീറ്റ് നീ എങ്ങനെ പറയാ? സ്റ്റാൻഡ് അപ്പ് അല്ലെ. എണീക്ക്
എന്താ പറയേണ്ടത്? സ്റ്റാൻഡപ്പ്, എഴുന്നേൽക്കൂ എന്ന് പറയല്ലേ. ഇനി ശ്രദ്ധിക്കൂ കേട്ടോ, ശ്രദ്ധിച്ചു പോണട്ടോ. എന്താ പറയാ? ബി കെയർഫുൾ അല്ലെ. ശ്രദ്ധിച്ചു പോകണം എന്നുള്ളത് എന്താ പറയാ? ബി കെയർഫുൾ. അമ്മമാർക്ക് ആവലാതി ആയിരിക്കും അല്ലെ, എന്താണ് ആകെ കൂടെ പേടിയായിരിക്കും കുട്ടികൾ പോകുന്ന സമയത്തൊക്കെ. അപ്പൊ കുട്ടികളോട് പറയാ എന്താണ്? ബി കെയർഫുൾ, ശ്രദ്ധിച്ചു പോണം കേട്ടോ അല്ലെ. ബി കെയർഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിച്ചു പോണം അല്ലെ, ശ്രദ്ധിക്കണം. ബി കെയർഫുൾ, ശ്രദ്ധിക്കൂ. ഈ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുട്ടികൾക്ക് എന്താണ്, വീട്ടിൽ നിന്ന് ചെയ്യാനായിട്ട് കുറെ വർക്കുകളൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ അവരോട് അത് ചെയ്യാനായിട്ട് എങ്ങനെ പറയും? ഡു യുവർ ഹോംവർക്ക് അല്ലെ. ഹോംവർക്ക് ചെയ്യൂ, നിന്റെ ഹോംവർക്ക് ചെയ്യൂ എന്നുള്ളത് പറയണം അല്ലെ. അപ്പൊ എങ്ങനെ പറയേണ്ടത്? ഡു യുവർ ഹോംവർക്ക്, ഹോംവർക്ക് ചെയ്യൂ, ഗൃഹപാഠം ചെയ്യൂ എന്നുള്ളത് പറയും അല്ലെ. ഇനി നമ്മൾ കുട്ടികളോട് പറയാണ് ഈ ബുക്ക് ഒന്ന് വായിച്ചേ, എങ്ങനെ പറയാം നമ്മളത്? റീഡ് ദിസ് ബുക്ക് അല്ലെ. ഈ ബുക്ക് ഒന്ന് വായിക്കേ അല്ലെ. ഇതൊന്ന് വായിച്ചേ എന്നൊക്കെ പറയല്ലേ. റീഡ് ദിസ് ബുക്ക് എന്നാണ് പറയാ അല്ലെ. അതുപോലെ തന്നെ എന്താണ്, ടി വി ഒന്ന് ഓഫ് ആക്കിക്കേ, എങ്ങനെ പറയാ? ടേൺ ഓഫ് ദി ടി വി അല്ലെ. എന്താണ് ടി വി ഓഫ് ആക്കാനായിട്ട് നമ്മൾ എങ്ങനെ പറയാ? ടേൺ ഓഫ് ദി ടി വി അല്ലെ. സ്വിച്ച് ഓഫ് ദി ടി വി എന്നല്ല പറയേണ്ടത്, ടേൺ ഓഫ് ദി ടി വി അല്ലെ. എന്താ പറയേണ്ടത്? ടേൺ ഓഫ് ദി ടി വി. ടി വി ഒന്ന് ഓഫ് ആക്കൂ. ഇനി പോയി കിടന്നുറങ്ങിക്കേ, അല്ലെങ്കിൽ ഉറങ്ങാൻ പോയെന്നൊക്കെ പറയില്ലേ. അപ്പൊ എന്താ പറയാ? ഗോ ടു ബെഡ് അല്ലെ. ഉറങ്ങാൻ പോകുക എന്നുള്ളതിന് എന്താ പറയാ? ഗോ ടു ബെഡ് അല്ലെ. കുട്ടികളോട് ഉറങ്ങാൻ പോവാനായിട്ട് ഗോ ടു ബെഡ് എന്നാണ് പറയേണ്ടത്. ഇനി നന്നായി ഉറങ്ങണം കേട്ടോ. എങ്ങനെ പറയാം നമ്മള്? സ്ലീപ്പ് വെൽ അല്ലെ. നന്നായി ഉറങ്ങണം അല്ലെ. അല്ല നന്നായി ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്താണ്, സ്കൂളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് കുട്ടികളോട് നമ്മൾ പറയാം എന്താണ്? സ്ലീപ്പ് വെൽ, നന്നായിട്ട് ഉറങ്ങും അല്ലെ. അപ്പൊ എന്താ പറയേണ്ടത്? സ്ലീപ്പ് വെൽ. ഇനി അതുപോലെ തന്നെ കുട്ടികളോട് നമുക്ക് പറയാൻ പറ്റും എന്താണ്? ഐ ലവ് യു അല്ലെ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു അല്ലെ. അപ്പൊ പേരൻസിനായാലും അവരോട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്താണ്? ഐ ലവ് യു. അപ്പൊ ഞങ്ങളുടെ അടുത്തൊക്കെ ആണെങ്കിൽ കുട്ടികൾ വന്ന് പറയാറുണ്ട് എന്താണ്? ഐ ലവ് യു മാം എന്ന് പറയാറുണ്ട്. അപ്പൊ ഞങ്ങൾ തിരിച്ചു പറയാറുണ്ട് ഐ ലവ് യു ടു അല്ലെ. ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പോ അങ്ങനെ നമ്മൾ കുട്ടികളോട് പറഞ്ഞ് ശീലിക്കണം കേട്ടോ. ഇനി എനിക്ക് നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് നല്ല അഭിമാനമുണ്ട് അല്ലെ. ചില കുട്ടികൾ എന്താണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും അല്ലെ. അവരുടെ പെർഫോമൻസും എല്ലാം കാണുമ്പോൾ എന്താണ്, എനിക്ക് നിന്നെക്കുറിച്ച് ആലോചിച്ച് നല്ല അഭിമാനമുണ്ട്. അപ്പൊ എങ്ങനെ നമ്മൾ പറയാ? ഐ എം പ്രൗഡ് ഓഫ് യു അല്ലെ. നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനമാണുള്ളത്. ഐ എം പ്രൗഡ് ഓഫ് യു അല്ലെ. ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഒരു 10-20 സെന്റൻസോളം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്താണ്, എഴുതി വെക്കണം. അതേപോലെ തന്നെ എന്താണ്, ഇത് യൂസ് ചെയ്യണം. ഇനി നമ്മളുടെ പ്രാക്ടീസ് ടൈം ആണ് അല്ലെ. അപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്താലോ? റെഡി അല്ലേ? അപ്പൊ പെട്ടെന്നൊന്ന് പറഞ്ഞു നോക്കാം അല്ലെ. എന്താണ് ഓടരുത്? എങ്ങനെ പറയാ? ഡോണ്ട് റൺ. ഓടരുത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡോണ്ട് റൺ അല്ലെ. ശ്രദ്ധിക്കൂ, ശ്രദ്ധിച്ചു പോവോ, എങ്ങനെ പറയും? ബി കെയർഫുൾ. ശ്രദ്ധിച്ചു പോവോ എന്നുള്ളതിന് എന്താ പറയാ? ബി കെയർഫുൾ അല്ലെ. നിന്റെ പാല് കുടിക്ക്, എങ്ങനെ പറയാ? ഡ്രിങ്ക് യുവർ മിൽക്ക്. എന്താ പറയേണ്ടത്? ഡ്രിങ്ക് യുവർ മിൽക്ക് അല്ലെ. ഇനി ഗെറ്റ് ഡ്രസ്ഡ്. ഗെറ്റ് ഡ്രസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്ത്രം ധരിക്കൂ അല്ലെ. ഗെറ്റ് ഡ്രസ്ഡ് എന്ന് പറഞ്ഞാല് ഒരുങ്ങൂ എന്നൊക്കെ പറയും അല്ലെ. ഇനി അടുത്തതായിട്ട് ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. എന്താണ്? പ്രഭാത ഭക്ഷണം കഴിക്കൂ അല്ലെ. ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഭാത ഭക്ഷണം കഴിക്കൂ. ഇനി റീഡ് ദിസ് ബുക്ക്. ഈ പുസ്തകം വായിക്കൂ. റീഡ് ദിസ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പുസ്തകം വായിക്കൂ അല്ലെ. ഇനി ടി വി ഓഫ് ആക്കൂ എന്നുള്ളതിന് നമ്മൾ എന്താ പഠിച്ചത്? ടേൺ ഓഫ് ദി ടി വി. എന്താ പറഞ്ഞത്? ടേൺ ഓഫ് ദി ടി വി അല്ലെ. ഇനി ഇരിക്കൂ എന്നുള്ളതിന് നമ്മൾ എന്താ പറഞ്ഞത്? സിറ്റ് ഡൗൺ അല്ലെ. എന്താ പറഞ്ഞത്? സിറ്റ് ഡൗൺ. ഇനി അവിടുന്ന് എഴുന്നേൽക്കാൻ എന്താ പറഞ്ഞത്? സ്റ്റാൻഡ് അപ്പ്. എന്താ പറഞ്ഞത്? സ്റ്റാൻഡ് അപ്പ്. അതേപോലെ തന്നെ ഷൂ ധരിക്കൂ എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഷൂ ഇടുക എന്ന് പറഞ്ഞു. അതിനെന്താ പറയാ? വെയർ യുവർ ഷൂസ് അല്ലെ. വെയർ യുവർ ഷൂസ് എന്നാണ്. അതുപോലെ തന്നെ ബാഗ് റെഡിയാക്കൂ എന്ന് പറഞ്ഞു. അതിനെന്താ പറഞ്ഞത് നമ്മള്? പാക്ക് യുവർ ബാഗ് അല്ലെ. എന്താ പറഞ്ഞത്? പാക്ക് യുവർ ബാഗ് എന്നാണ് പറഞ്ഞത് അല്ലെ. ഇനി മുടി ചീകാൻ പറഞ്ഞില്ലേ, അതെന്താ പറഞ്ഞത്? കോംബ് യുവർ ഹെയർ. എന്താണ് പറഞ്ഞത്? കോംബ് യുവർ ഹെയർ അല്ലെ. മുടി ചീകാൻ പറഞ്ഞു. പിന്നെന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡു യുവർ ഹോംവർക്ക് അല്ലെ. എന്താണ്? ഹോംവർക്ക് ചെയ്യൂ, ഗൃഹപാഠം ചെയ്യൂ എന്ന് പറഞ്ഞു അല്ലെ. ഡു യുവർ ഹോംവർക്ക്, ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ പറഞ്ഞു. ഇനി അടുത്തായിട്ട് എന്താണ്? ഗോ ടു ബെഡ്. ഉറങ്ങാൻ പോകാൻ പറഞ്ഞു അല്ലെ. ഉറങ്ങൂ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ്? സ്ലീപ്പ് വെൽ. നന്നായി ഉറങ്ങൂ എന്ന് പറഞ്ഞു അല്ലെ. നന്നായി ഉറങ്ങണം കേട്ടോ എന്ന് പറഞ്ഞു. എന്താണ്? സ്ലീപ്പ് വെൽ അല്ലെ. നന്നായി ഉറങ്ങണം കേട്ടോ. അതേപോലെ തന്നെ എന്താണ്? ഐ ലവ് യു അല്ലെ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അല്ലെ. ഐ ലവ് യു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എന്താ പറഞ്ഞേ? ഐ എം പ്രൗഡ് ഓഫ് യു അല്ലെ. ഞാൻ നിന്നെ കുറിച്ച് ആലോചിച്ച് അഭിമാനിക്കുന്നു അല്ലെ. നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് അല്ലെ. ഐ എം വെരി പ്രൗഡ് ഓഫ് യു എന്ന് പറയാം. ഇനി സ്കൂളിലേക്ക് പോകാൻ തയ്യാറാവൂ സ്കൂളിലേക്ക് പോകാൻ റെഡി ആവൂ എന്നുള്ളതാണ് ഗെറ്റ് റെഡി ഫോർ സ്കൂൾ അല്ലെ. സ്കൂളിലേക്ക് പോകാൻ റെഡി ആകും. ഇപ്പോ പഠിച്ചൊക്കെ നമ്മൾ ഓർമ്മിച്ച് പറഞ്ഞു നോക്കിയില്ലേ? ഉണ്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ലെ. അപ്പോ
ഇതെല്ലാം നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഡേ 1ഉം ഡേ 2ഉം നിർബന്ധമായും കാണണം. കാരണം എന്താണ്, നിങ്ങൾക്കും യൂസ് ചെയ്യണ്ടേ ഇംഗ്ലീഷൊക്കെ അല്ലേ? കുട്ടികളുടെ മുന്നിൽ നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളൊരു തോന്നല് ഉണ്ടാവാൻ പാടില്ലല്ലോ. എൻ്റെ മമ്മയ്ക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, അല്ലെങ്കിൽ എന്താണ് എൻ്റെ പപ്പയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ അച്ഛന് അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എന്താണ് നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അറിയാം, അവരെന്നോട് ഇംഗ്ലീഷിലാണ് വീട്ടിൽ നിന്ന് സംസാരിക്കാറ്. ഇതൊക്കെ പറയുമ്പോൾ എന്താണ്, നമുക്കും ഒരു സന്തോഷമാവും. മാത്രമല്ല അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ടും അത് സഹായിക്കും അല്ലേ? അപ്പൊ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ഡേ 20 ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നല്ല കുറച്ചും കൂടി നല്ല സ്മാർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ടഫ് ആയിട്ടുള്ള സെന്റൻസുകളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പൊ ആരും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് അല്ലെങ്കിൽ വിചാരിക്കരുത്. എന്താണ്, എല്ലാം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും, എല്ലാം യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.